അമ്മു എന്തിയേ? അമ്മു എവിടെയാ അമ്മൂസ്? അമ്മുക്കുട്ട ഇവിടെ ഇരിക്കുവാണോ? അപ്പോൾ എല്ലാവരും ക്രൗൺ പ്ലാസയുടെ ആദ്യത്തെ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തേക്കാമേ, കണ്ടു നോക്കണേ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ബാർ കോഡിൽ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ക്രൗൺ പ്ലാസയിലുള്ള റെസ്റ്റോറൻറ്റ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കതിൽ അവരുടെ മെനു കാർഡ് നോക്കി നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാവുന്നതാണ്. അവർ നമ്മുടെ റൂമിലേക്ക് എത്തിച്ചു തരും. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്ത ഗ്രിൽഡ് ചിക്കൻ വിത്ത് വെജിറ്റബിൾസ് ആണിത്. ഒരു അടിപൊളി സോസൊക്കെ കൂടിയിട്ടുള്ള നല്ല അടിപൊളി ഡെലീഷ്യസ് ഡിഷായിരുന്നു കേട്ടോ. അതിനുശേഷം ആ ഏരിയയൊക്കെ ഒന്ന് കാണാനും മെയിൻ ഡെസ്റ്റിനേഷനായ സ്വിമ്മിംഗ് പൂളിൽ പോകാനുമാണ് ഇപ്പോൾ ഈ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പലതരത്തിലുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ മെന്നിനും വിമണിനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള സലൂൺസ്, സ്പാ ട്രീറ്റ്മെൻറ്റ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും ചിലതൊക്കെ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ട് കിട്ടും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ക്രൗൺ ഫിറ്റ്നസ്. ഹെൽത്ത് റുട്ടീൻസ് ഒക്കെ മുടങ്ങാതിരിക്കാനും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ അതൊക്കെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഫെസിലിറ്റി കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് സ്വിമ്മിംഗ് പൂളിലേക്കാണ്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിലേക്ക് കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് ക്ലബ് എന്നും പറഞ്ഞൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഇതുമുണ്ട്. അല്ലാത്തവർക്കുള്ള നോർമൽ ടൈമിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ റൂമിൽ എൻട്രി ചെയ്യാനുള്ള ആ ഒരു കാർഡ് തന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടത്. എന്നാലാണ് നമുക്കിതിലേക്കുള്ള എൻട്രൻസ് കിട്ടുക. വളരെ ഹൈജീനിക്കായിട്ട് നോക്കുന്ന, ടെമ്പറേച്ചർ കൺട്രോളൊക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. ഔട്ട്ഡോർ സ്വിമ്മിംഗ് പൂളാണ്, അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇൻഡോർ അല്ല. അപ്പോൾ ഇതൊക്കെയാണ് ചേഞ്ചിങ് പ്ലേസും അതുപോലെ വാഷ്റൂംസും ഒക്കെ താഴേക്കുണ്ട്. അതുപോലെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നമുക്ക് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറും എമിറേറ്റ്സ് ടവറും ഒക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ഇവിടെ തന്നെ പലതരത്തിലുള്ള റെസ്റ്റോറൻറ്റ് കം റിക്രിയേഷണൽ ക്ലബ്ബൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഹാർവെസ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതിനുള്ളിലെ വിശേഷങ്ങൾ കാണാം. ഈ ഹാർവെസ്റ്റേഴ്സ് ടെറസിൽ കൂടെയും കൂടെ നമുക്ക് ഈ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിൻ്റെ ഒക്കെ ഒരു വ്യൂ, ഷേഖ് സയദ് റോഡിൻ്റെ ഒരു സൈഡ് വ്യൂ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ഈവനിങ് സൺസെറ്റിനോടൊക്കെ അടുത്ത സമയത്തേക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഷേഖ് സയദ് റോഡിൽ കൂടെ ഒന്ന് ജസ്റ്റ് കുറച്ച് നേരത്തേക്കൊന്ന് നടക്കാനായിട്ട് പോയതാണ്. വളരെ നല്ല കാഴ്ചകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്.
അങ്ങനെ വോക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഈ ഒരു നൈറ്റ് ഒരു വ്യൂ ആണ് കാണിക്കുന്നത് ഇപ്പോൾ. ഇത് ട്രേഡർ വിക്സ് എന്ന ഒരു മറ്റൊരു റെസ്റ്റോറൻറ്റ് കം റിക്രിയേഷണൽ ക്ലബ്ബാണ്. അതിലെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി, സൺറൈസ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇനി അത് ഓപ്പൺ ടെറസിൽ പോയിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇവിടുത്തെ സ്റ്റേയിൽ മോർണിംഗ്സിൽ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് 2 ദിവസത്തെ മോർണിംഗിൽ. അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ ക്യൂസീനാണ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഒരു കൊറോണയുടെ ഇതൊക്കെ വെച്ചാണോ എന്നറിയത്തില്ല, ഇവരാണ് ഇപ്പോൾ നമുക്ക് സെർവ് ചെയ്ത് തരുന്നത്. നമ്മൾ പറഞ്ഞാൽ മതി നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മുടെ ഇഡ്ഡലി സാമ്പാർ, ദോശ സാമ്പാർ അങ്ങനെ എല്ലാം തന്നെ ഉണ്ട്. ലൈവ് കിച്ചണും ഉണ്ട് അവിടെ. അപ്പോൾ ഇത് ഒന്ന് എൻജോയ് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് പലതരത്തിലുള്ള നമുക്ക് വെറൈറ്റി ഓഫ് ക്യൂസിൻസ് നമുക്കിവിടെ എൻജോയ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇനി സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്നതിനുള്ള ഒരു പ്രിപ്പറേഷനാണ് ഈ കാണുന്നതെല്ലാം. സെക്കൻഡ് ഡേ ആയപ്പോഴേക്കും ഒരു ഫ്രണ്ടും ഫാമിലിയും കൂടി സ്റ്റേക്ക് വേണ്ടി വന്നിരുന്നു. അപ്പം അവരോടൊപ്പം അന്ന് നൈറ്റിലത്തെ ഡിന്നറിന് വേണ്ടിയിട്ട് പുറത്തു പോയാണ് ഫുഡ് കഴിച്ചത്. അത് നമ്മുടെ പ്രിഫറൻസ് ആണ്. ഒന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ആപ്പ് വഴി നമുക്ക് ഡെലിവറി ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് പോയി കഴിക്കാം. അങ്ങനെ കാലിക്കറ്റ് പാരഗണിൽ പോയി എല്ലാവരുമായിട്ട് ഗീ റോസ്റ്റ്, നെയ് റോസ്റ്റ്, മസാല ദോശ അങ്ങനെയുള്ള ഫുഡൊക്കെയാണ് അന്ന് കഴിച്ചിട്ട് വന്നത്. പിന്നീട് അന്ന് നൈറ്റിലെ സ്റ്റേക്കും ശേഷം നെക്സ്റ്റ് ഡേ 12 PM ഞങ്ങൾ ചെക്കൗട്ടായി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.